ശബ്ദം കൊണ്ട് ഒരു കാലത്ത് ഇന്ത്യൻ ജനതയെ മായാവലയത്തിലാക്കിയ ഗായിക, ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കർ. 1929 സെപ്റ്റംബർ 28 ഇൻഡോറിലെ ഒരു മറാത്തി ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു ലതാ മങ്കേഷ്കറുടെ ജനനം. നാടകനടനും ക്ലാസിക്കൽ സംഗീതജ്ഞനുമായ ദീനാനാഥ് മങ്കേഷ്കറിൻ്റെയും സുധാമതിയുടെയും 6 മക്കളിൽ മൂത്ത മകളായാണ് ലതാ മങ്കേഷ്കർ ജനിച്ചത്. ഹേമ എന്നായിരുന്നു ലതാ മങ്കേഷ്കറിൻ്റെ ആദ്യനാമം. ഹൃദയ്നാഥ് മങ്കേഷ്കർ, ആശാ ഭോസ്ലെ, ഉഷാ മങ്കേഷ്കർ, മീന മങ്കേഷ്കർ എന്നിവരാണ് സഹോദരങ്ങൾ. പിതാവിൽ നിന്നാണ് ലത സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത്. 5-ാമത്തെ വയസ്സിൽ പിതാവിൻ്റെ സംഗീത നാടകങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങി. ലതയ്ക്ക് 13 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. കുടുംബം പോറ്റുവാൻ വേണ്ടി ലത സിനിമയിൽ അഭിനയിക്കുവാൻ തുടങ്ങി. പിന്നീട് അഭിനയം വിട്ട് സംഗീതത്തിലൂടെ ലത വളർന്നു. 1942 ആദ്യമായി സിനിമയിൽ ആലപിച്ചു. 1948 നസീർ അജ്മീരി സംവിധാനം ചെയ്ത മജ്ബൂർ എന്ന ചിത്രത്തിലെ ഗുലാം ഹൈദർ സംഗീത സംവിധാനം ചെയ്ത മേരാ ദിൽ തോടാ എന്ന ഗാനമാണ് ലതാ മങ്കേഷ്കറെ ഗായിക എന്ന നിലയിൽ ശ്രദ്ധേയയാക്കിയത്. ആ ശബ്ദമാണ് പിന്നീട് ഇന്ത്യ കീഴടക്കിയത്. 15 ഭാഷകളിലായി 40,000-ഓളം സിനിമാ ഗാനങ്ങൾ ആലപിച്ചു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ ലതാ മങ്കേഷ്കറുമുണ്ട്. ഹിന്ദി സിനിമാ രംഗം ലതയും സഹോദരി ആശാ ഭോസ്ലെയും ഏതാണ്ട് പൂർണ്ണമായും കീഴടക്കി. 1948 മുതൽ ഏകദേശം അരനൂറ്റാണ്ടുകാലം ഇരുവരും ഹിന്ദി ചലച്ചിത്ര ഗാന രംഗത്തെ അവിഭാജ്യ ഘടകങ്ങളായിരുന്നു. 1969 പത്മഭൂഷൺ, 1999 പത്മവിഭൂഷൺ, 1989 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്, 2001 ഭാരതരത്നം, 3 നാഷണൽ ഫിലിം അവാർഡുകൾ, 12 ബംഗാൾ ഫിലിം ജേർണലിസ്റ്റ് അസോസിയേഷൻ അവാർഡുകൾ എന്നിവ നേടിയിട്ടുണ്ട്. 2022 ഫെബ്രുവരി 6 92-ാം വയസ്സിൽ ലതാ മങ്കേഷ്കർ അന്തരിക്കുകയും ചെയ്തു.